എങ്ങോട്ടാണ് നീ ഓടി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കർത്താവൊക്കെ ഓക്കെ, ആരാധനയൊക്കെ ഫൈൻ, ബൈബിൾ വായനയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. ആ കംഫർട്ട് സോണാണ് നമ്മുടെ താർഷിഷ്. ചിലത് നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്. മാനസാന്തരത്തെ നീട്ടിവെക്കുന്ന, കുമ്പസാരത്തെ നീട്ടിവെക്കുന്ന, പിന്നെയാകാം, ഞാൻ നാളെ നന്നായിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു ശൈലിയില്ലേ? ഈ വാക്കോർത്ത് വച്ചേക്കണേ. ജീവിതത്തിലേക്ക് ചില കൊടുങ്കാറ്റുകൾ വീശിയടിക്കുമ്പോൾ അത് ശിക്ഷയല്ല, അത് നാശമല്ല. അതിൽ നമ്മളെ തിരിച്ചു പിടിക്കാൻ കർത്താവ് ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന കൊടുങ്കാറ്റുകൾ, അത് ദൈവകരുണയുടെ കൊടുങ്കാറ്റാണ്. നീ കർത്താവിൽ നിന്ന് ഒത്തിരി ദൂരോട്ടകന്നു പോകാതിരിക്കാൻ ഒരു കൊടുങ്കാറ്റിൽ കർത്താവ് നിന്നെ തിരിച്ചു പിടിക്കും. എൻ്റെ ഇഷ്ടങ്ങളുടെ താർശിഷിലേക്കാണ് ഞാൻ കപ്പൽ കയറിയത്. ഇപ്പോൾ ദേ കടലിലേക്ക് വലിച്ചെറിയപ്പെടുക എന്ന് വെച്ചാൽ ദൈവതിരഹിതത്തിന് കീഴ്പ്പെടുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ബഹളങ്ങളായി പ്രാർത്ഥനകൾ പോലും മാറുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഈ 3 നാളിൽ അതേ അനുഭവത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. നമുക്കും ഒരു നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് പിൻവാങ്ങണം. ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ പഠിപ്പിക്കട്ടെ. കർത്താവേ, ഞാൻ അങ്ങേ ഓർക്കുന്നു, എന്നെ തിരിച്ചു കൊണ്ടുവരണമേ. ലോർഡ്, ഐ റിമെമ്പർ യു, ബ്രിങ് മീ ബാക്ക്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 3 നോമ്പിൻ്റെ ഭാഗമായി ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന തേഷുവ റിട്രീറ്റിലേക്ക്, തേഷുവ ധ്യാനത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദ വേ ബാക്ക് ടു ദ ഫാദർ, പിതാവിലേക്കുള്ള മടക്കയാത്രയാണ് ഈ 3 നാളുകളിലായുള്ള ധ്യാനം. 3 നോമ്പ് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അനുതാപത്തിൻ്റെ കാഹളം മുഴക്കുന്നതാണ്. ആ ചിന്തകളോടുകൂടി യോനായുടെ പുസ്തകം, യോനാ പ്രവാചകൻ 3 നാൾ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കിടന്നതുപോലെ ഒരു 3 നാളിൻ്റെ നിശബ്ദതയിലേക്ക്, ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏവരെയും സ്നേഹപൂർവ്വം ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ മറ്റുള്ളവരുമായി ഇത് പങ്കുവയ്ക്കുക. അവരെയും കൂടെ പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്യുക. ആദ്യത്തെ എപ്പിസോഡിലേക്ക്, 3 ദിവസങ്ങളായി നടക്കുന്ന ഈ ധ്യാനത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. യോനായുടെ പുസ്തകമാണ് നമ്മുടെ മെയിൻ ഇതിവൃത്തം. യോനാ പ്രവാചകൻ്റെ പുസ്തകം. അതിൻ്റെ 1ഉം 2ഉം അധ്യായങ്ങളാണ് ഇന്ന് നിങ്ങൾ വായിച്ച് ഒരുങ്ങേണ്ടത്. ഒരു പക്ഷേ ഇവിടെ വെച്ച് ഇത് പോസ് ചെയ്ത് സമാധാനത്തോടെ യോനായുടെ പുസ്തകം 1ഉം 2ഉം അധ്യായം വായിച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കുറെ കൂടെ ഇഫക്റ്റീവായി ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഇനിയിപ്പോൾ അത് കഴിയുന്നില്ല, സാരമില്ല, ഇത് കേട്ടിട്ട് മതി, സമാധാനത്തോടെ ചെയ്യുക. നമ്മളിന്ന് ധ്യാനിച്ചു തുടങ്ങുന്നത്, നമ്മളൊരു 6 പോയിന്റുകൾ ധ്യാനിക്കും. ഒരു 6 ചിന്തകളിലേക്ക്. നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരുപാട് നീട്ടി പരത്തി നമ്മൾ പറഞ്ഞു പോകാറില്ല. വളരെ ചെറിയ തോട്ട്സ്. പക്ഷേ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ളത്, 3 നോമ്പിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഗോഡ്സ് ഇനിഷ്യേറ്റീവാണ് റിപ്പൻറ്റൻസ്. കർത്താവാണ് കേട്ടോ മുൻകൈ എടുക്കുന്നത്. നെവർ തിങ്ക് ദാറ്റ് വി ആർ പുട്ടിങ് അവർ എഫേർട്സ്. നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മുടെ മാനസാന്തരമെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല. കർത്താവ് എടുക്കുന്ന ഇനിഷ്യേറ്റീവിനോട് ഉള്ള നമ്മുടെ കോഓപ്പറേഷനാണ്, നമ്മുടെ സഹകരണമാണ് നമ്മുടെ മാനസാന്തരം. എപ്പോഴും കർത്താവാണ് മുൻകൈ എടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് അവർ എഫേർട്ട് ടു റീച്ച് ഗോഡ്, ബട്ട് ഗോഡ് കമ്മിങ് ആഫ്റ്റർ അസ്. അതാണ് റിപ്പൻറ്റൻസ്. ഇറ്റ്സ് നോട്ട് അവർ എഫേർട്ട് ടു റീച്ച് ഗോഡ്, ബട്ട് ഗോഡ് കമ്മിങ് ആഫ്റ്റർ അസ്. അത് ബൈബിളിലുടനീളം നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം നോക്കിക്കേ. നിങ്ങൾ ഇന്ന് ബൈബിൾ എടുത്തു വെക്കുക. പറ്റുന്നവർ, താല്പര്യമുള്ളവർ ഒരു ബുക്കോ പേനയും കൂടെ കൈ കരുതിയാൽ കുറേ അധികം ബിബ്ലിക്കൽ റെഫറൻസ്, നമ്മൾ പൂർണ്ണമായിട്ടും ഒരു വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിത ധ്യാനമായിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് നല്ല പരിചയമുള്ളതാണ്. അതായത് കർത്താവ് നമ്മളെ തേടി വരുന്നതാണ് നമ്മുടെ മാനസാന്തരത്തിൻ്റെ ആരംഭം എന്ന് സൂചിപ്പിക്കാൻ. ഉൽപ്പത്തി 3:9 അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? വേർ ആർ യു എന്ന് വെച്ചാൽ എന്താ? ദൈവം നമ്മളെ തേടി വരികയാണ്. ഇനി ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം, ലൂക്കാ 19:10 അവിടെ നമ്മൾ കാണുന്നത് ഇതേ ആശയമാണ്. ലൂക്കാ 19:10
സക്കേബൂസിൻ്റെ ഭവനത്തിൽ ഈശോ എത്തിയ ആ നറേഷൻ്റെ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ്, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവാണ് നമ്മെ തേടി വരുന്നത്. ഇനിയും റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, എന്നാൽ നാം പാപികളായിരിക്കെ മിശിഹ നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. നാം പാപിയായിരിക്കെ നമ്മെ തേടി വരുന്ന കർത്താവിൻ്റെ സ്നേഹം. ഇതാണ് 3 നോമ്പ് കേട്ടോ. 3 നോമ്പിൻ്റെ ആരംഭം ഈ മൊമെൻറ്റിലാണ്. ഗാഡ് ടേക്സ് ദ ഇനിഷ്യേറ്റീവ്. കർത്താവ് നമ്മളെ തേടി വരികയാണെന്നുള്ള തിരിച്ചറിവിലാണ് 3 നോമ്പിൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. നിങ്ങളിലേക്ക് എത്തുന്നത് ഞായറാഴ്ച രാത്രിയാണ്. ഈ ടോക്ക് നിങ്ങളിലേക്ക് എത്തുന്നത് തിങ്കളാഴ്ച മുതൽ നോമ്പ് ആരംഭിക്കുകയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പറ്റുന്നവരൊക്കെ ഉപവാസം എടുക്കണം. കേവലം നോമ്പിൽ ചുരുങ്ങരുത്. കുറേ കൂടെ ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ തന്നെ പുഷ് ചെയ്യാം. ഉപവാസം എടുക്കാൻ പറ്റുന്നവർ ഈ 3 ദിവസവും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അധിക പ്രാർത്ഥനയിലിരിക്കാൻ പറ്റുന്നവർ, ആരോഗ്യം അനുവദിക്കുന്നവർ, സാഹചര്യം അനുവദിക്കുന്നവർ ഒക്കെ അത് ചെയ്യണം. നമ്മൾ കുറേ കൂടെ കർത്താവിലേക്ക് ചേർന്നിരിക്കാൻ ഉള്ള പരിശ്രമമാണ്. എല്ലാവരും ഒരാൾ ഒഴിയാതെ ഇത് കേൾക്കുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങളിൽ പറഞ്ഞ് 3 ദിവസം നോമ്പിൻ്റെ ദിനങ്ങളാക്കണം. ഉപവാസം പറ്റുന്നവർ, നോമ്പ് എല്ലാവരും. നമുക്ക് പ്രവേശിക്കാം. 1-2 അധ്യായങ്ങൾ, യോനാ പ്രവാചകന്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ വെച്ചുള്ള ഒരു 5-6 ചിന്തകളിലേക്ക്, പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കണം. ഒന്നാമത്തെ കാര്യം, യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഫസ്റ്റ് തിങ്, ദ ഫസ്റ്റ് കോൾ ആൻഡ് ദ ഫസ്റ്റ് എസ്കേപ്പ്. കർത്താവ് യോനായെ വിളിക്കുന്നു. എങ്ങോട്ട് പോകാൻ പറയുന്നു? നിനിവയിലേക്ക് പോകാൻ പറയുന്നു. നിനിവയിലേക്ക് പോകാൻ യോനായോട് കർത്താവ് പറയുന്നു. യോന എങ്ങോട്ട് കപ്പൽ കയറുന്നു? താർശീഷിലേക്ക് കപ്പൽ കയറുന്നു. യോന താർശീഷിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി. അതാണ് 2-ാമത്തെ വാക്യം. 3-ാമത്തെ വാക്യം. അപ്പോൾ 2 സ്ഥലങ്ങളാണ്. ഒന്ന് നിനിവേ, 2 താർശീഷ്. നിനിവേ എന്താ? ദൈവത്തിരിഹിതമാണ്. നിനിവയാണ് ഗോഡ്സ് പ്രൊജക്റ്റ്. താർഷ് എന്താ? അവർ ഓൺ പ്രൊജക്റ്റ്. ഇത് തമ്മിലുള്ള ക്ലാഷാണ്. റിപ്പൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്, റിപ്പൻറ്റൻസിൻ്റെ മാനസാന്തരത്തിൻ്റെ സ്റ്റാർട്ടിങ്. ദൈവത്തിരിഹിതം ഒന്ന്, നമ്മുടെ പദ്ധതികൾ മറ്റൊന്ന്. ഈ താർഷിഷ് എന്താണെന്ന് കണ്ടെത്തണം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഹോംവർക്കുകളിൽ ഒന്നാണിത്. നിങ്ങളുടെ താർഷിഷ് കണ്ടെത്തണം. ഒന്ന്, യോന 1-2 അധ്യായം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് പിന്നീടാണെങ്കിലും ഓർമ്മിപ്പിക്കാൻ ഞാൻ വായിക്കണം. അത് ഹോംവർക്കാണ്. 2-ാമത്തത്, എങ്ങോട്ടാണ് നീ ഓടി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ താർഷിഷ് ഉണ്ടല്ലോ, നമ്മുടെ ചില ടെൻഡൻസീസാണ്, നമ്മുടെ കംഫർട്ട് സോൺ. അതിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കർത്താവൊക്കെ ഓക്കെ, ആരാധനയൊക്കെ ഫൈൻ, ബൈബിൾ വായനയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. ആ കംഫർട്ട് സോണാണ് നമ്മുടെ താർഷിഷ്. നമ്മുടെ ചില ഒഴിവാക്കലുകളുണ്ട്. ഈ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്, അത് നമ്മുടെ താർഷിഷാകാം. ചിലത് നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്. മാനസാന്തരത്തെ നീട്ടിവെക്കുന്ന, കുമ്പസാരത്തെ നീട്ടിവെക്കുന്ന, പിന്നെയാകാം, ഞാൻ നാളെ നന്നായിക്കോളാം എന്ന് പറയുന്ന ഒരു ശൈലിയില്ലേ, അതാകാം നമ്മുടെ താർഷിഷ്. നമ്മുടെ ഹിഡൻ സീക്രട്ട് സിൻസ്, നമ്മുടെ രഹസ്യ പാപങ്ങൾ, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പാപങ്ങൾ, അതാകാം നമ്മുടെ താർഷിഷ്. നമ്മുടെ താർഷിഷിനെ കണ്ടെത്തണം. ഇതിൽ ഈ ബാറ്റിലുണ്ടല്ലോ, ഈ യുദ്ധം ഏത് തമ്മിൽ? നിനിവേയും താർഷിഷും തമ്മിലുള്ള യുദ്ധം. അത് നമ്മളിൽ നിരന്തരം നടക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് റോമാലേഖനം, നിങ്ങൾ ബൈബിളുള്ളവർ അപ്പം തന്നെ എടുത്ത് അടയാളപ്പെടുത്തുക, അല്ലാത്തവർ എഴുതി വെക്കുക. റോമ 7:19, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇച്ഛിക്കുന്ന നന്മ നിനിവയാണ്, നിനിവയിലേക്കാണ് പോകേണ്ടത്. അതാണ് കർത്താവിൻ്റെ പദ്ധതി. ഇച്ഛിക്കാത്ത തിന്മ താർഷിഷാണ്. നിനിവയും താർഷിഷും തമ്മിൽ എപ്പോഴും ഒരു യുദ്ധം നമ്മൾ നടക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം എടുക്കുക. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഗലാത്യ 5:17, എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ദാറ്റ് മീൻസ് ദർ ഇസ് എ ബാറ്റിൽ ഗോയിങ് ഓൺ. ഒരു യുദ്ധം നടക്കുന്നുണ്ട്, ഒരു നന്മയും തിന്മയും തമ്മിൽ, നിനിവയും താർഷിഷും തമ്മിൽ. അതിനെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ ഒന്നാമത്തത്, നിനിവേ താർഷിഷ് യുദ്ധമാണ് മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ ഘട്ടമെന്ന് തിരിച്ചറിയണം. കർത്താവ് ഇനിഷ്യേറ്റീവ് എടുക്കും. അത് കഴിയുമ്പോൾ ഒരു നിനിവയും താർഷിഷും തമ്മിൽ നമ്മുടെ ഉള്ളിൽ യുദ്ധം നടക്കും. 2-ാമത്തെ ചിന്ത,
കൊടുങ്കാറ്റ്, ദ സ്റ്റോം. ഒരു കൊടുങ്കാറ്റുണ്ടായി. എന്നാൽ കർത്താവ്, 4-ാമത്തെ വാക്യം, യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം, എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റ് അയച്ചു, കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൊടുങ്കാറ്റിനെ, നമ്മുടെ ജീവിതത്തിലും സമാനമായ കൊടുങ്കാറ്റ് അനുഭവങ്ങളുണ്ട്. ഇതിനെ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഉലച്ചു കളയുന്ന കർത്താവിൻ്റെ കരുണ. ഈ വാക്കോർത്ത് വച്ചേക്കണേ. ജീവിതത്തിലേക്ക് ചില കൊടുങ്കാറ്റുകൾ വീശിയടിക്കുമ്പോൾ അത് ശിക്ഷയല്ല, അത് നാശമല്ല, മറിച്ച് നമ്മളെ ഉലച്ചു കളയുന്ന, നമ്മുടെ കംഫർട്ട് സോൺസിനെ ബ്രേക്ക് ചെയ്യുന്ന, നമ്മൾ ഓടി അകലുന്ന പാപമേഖലയിൽ നിന്ന്, അല്ല, ഏത് പാപത്തിലേക്കാണോ ചാഞ്ഞു പോകുന്നത് അതിൽ നമ്മളെ തിരിച്ചു പിടിക്കാൻ കർത്താവ് ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന കൊടുങ്കാറ്റുകൾ, അത് ദൈവകരുണയുടെ കൊടുങ്കാറ്റാണ്. നിങ്ങൾ ഓർത്തേക്കരുത് കർത്താവിൻ്റെ കോപമാണ് വീശിയടിക്കുന്നതെന്ന്. അല്ല, കർത്താവിൻ്റെ കരുണ വീശിയെടുക്കുകയാണ്. അത്തരം കൊടുങ്കാറ്റുകൾ, ദേ ആർ നോട്ട് പണിഷ്മെൻറ്റ്സ്, ബട്ട് ദേ ആർ വേക്കപ്പ് കോൾസ്. ഇത് പണിഷ്മെൻ്റ് അല്ല, ശിക്ഷയല്ല, മറിച്ച് ഉണർത്തുപാട്ടാണ്. കുഞ്ഞേ, ഈ പോക്ക് നല്ലതല്ല കേട്ടോ, ഇതല്ല കേട്ടോ ശരിക്കും നടക്കേണ്ടത്, ഇതല്ല നന്മ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കർത്താവിൻ്റെ കരുണയുള്ള കൊടുങ്കാറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീശിയടിക്കും. അത് ചിലപ്പോൾ വേദനയുണ്ടാകും കേട്ടോ, ശിക്ഷയല്ലെങ്കിലും അത് വേദന ഉണ്ടാകും, അത് ശിക്ഷണമാകും. അത് ബൈബിളിൽ പല ആവർത്തി നമ്മൾ കാണുന്നതാണ്. ബൈബിൾ എടുക്കാം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 6-ാം വാക്യം. ഹെബ്രായർ 12:6, താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു. ശിക്ഷണം, പ്രഹരം, ഇത് നമുക്ക് കിട്ടും. അത് ദൈവകരുണ തലോടുന്നതാണ് ആ കൊടുങ്കാറ്റ് എന്ന് ഓർക്കണേ. ഇനി വെളിപാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം. വെളിപാട് 3:19, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുദപിക്കുക. അതിനുവേണ്ടി ഞാൻ ശാസിക്കും, ഞാൻ ശിക്ഷിക്കും. സങ്കീർത്തകനും സമാനമായ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 119-ാം സങ്കീർത്തനം എടുക്കാം. 119-ാം സങ്കീർത്തനത്തിൻ്റെ 71-ാം വാക്യം. 119 സങ്കീർത്തനം 71-ാം വാക്യം. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ചില കൊടുങ്കാറ്റ് വീശി അടിച്ചത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഭേദമായിട്ടൊക്കെ ജീവിച്ചു പോകുന്നത്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ആ കൊടുങ്കാറ്റ് എനിക്ക് നന്മയ്ക്കായി. ഈ കൊടുങ്കാറ്റാണ് നമ്മളെ വെളിപ്പെടുത്തുന്നത് കേട്ടോ. ജീവിതത്തിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് നമുക്ക് തിരിച്ചറിവാണ്, നമുക്കൊരു വെളിപാടാണ്. ഒന്നോർത്ത് നോക്കിക്കേ, ഈശോയുടെ ജീവിതത്തിൽ വീശിയടിച്ചൊരു കൊടുങ്കാറ്റ് കർത്താവിൻ്റെ അതോറിറ്റിയെ, അധികാരത്തെ വെളിപ്പെടുത്തിയില്ലേ? ഇവിടെ യോനായുടെ ജീവിതത്തിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് യോനായുടെ അനുസരണക്കേടിനെ വെളിപ്പെടുത്തിയില്ലേ? അത്തരം കൊടുങ്കാറ്റുകൾ നമ്മുടെ കോർ, നമ്മുടെ ഇന്നർ കോർ അതിനെ വെളിപ്പെടുത്തും. ആ കൊടുങ്കാറ്റുകൾ നല്ലതാണ്. എന്തിനാണെന്നറിയാമോ? വലിയ ആഴക്കയത്തിലേക്ക് നമ്മൾ വീണു പോകാതിരിക്കാൻ കർത്താവ് ഇത്തരം കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. അങ്ങ് ആഴക്കടലിലേക്ക് പോയി നീ കർത്താവിൽ നിന്ന് ഒത്തിരി ദൂരോട്ട് അകന്നു പോകാതിരിക്കാൻ ഒരു കൊടുങ്കാറ്റിൽ കർത്താവ് നിന്നെ തിരിച്ചു പിടിക്കും. അപ്പോൾ ഈ കൊടുങ്കാറ്റ് കർത്താവിൻ്റെ കരുണ വീശിയടിക്കുന്നതാണെന്ന് ഓർത്താൽ മതി. 3-ാമത്തെ ചിന്ത, യോന ഉറങ്ങുകയാണ്. അത് വല്ലാത്ത ഒരു കാഴ്ചയാണ്. കൊടുങ്കാറ്റാണ്, മനുഷ്യർ നിലവിളിക്കുന്നു. അപ്പോൾ ദേ യോന കപ്പലിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, അപ്പോൾ എന്നാൽ യോന കപ്പലിൻ്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുകയായിരുന്നു. എന്ന് വെച്ചാൽ ജീവിതം കിടന്നിങ്ങനെ ഒലയാണെന്ന്. ജീവിതം ടോട്ടൽ പാനിക്, ഡിസ്റ്റർബ്ഡ് സിറ്റുവേഷൻ. പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടല്ലോ, ഒരു കൂസലും ഇല്ല, കിടന്നുറങ്ങണം. അപ്പം നിങ്ങൾ ഓർത്തേക്കരുത്, അയ്യോടാ ടെൻഷൻ ഫ്രീ ലൈഫാണല്ലോ, കൊതി വരുന്നല്ലോ കണ്ടിട്ട്. അങ്ങനെയല്ല. ഇതിൻ്റെ പേര് ഈ ലാക്സ് സെൻസിറ്റിവിറ്റി. ഒന്നും ബാധിക്കുന്നില്ല. തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് കർത്താവ് ആ കൊടുങ്കാറ്റ് തന്നത്. അതുപോലും ബാധിക്കാതെ എ കൈൻഡ് ഓഫ് മന്ദോഷ്ണത ബാധിച്ചു പോയി. ഒരു സ്പിരിച്വൽ നംബ്നെസ് ബാധിക്കുന്നു. ഒരു സ്പിരിച്വൽ അനസ്തേഷ്യ ബാധിച്ചതുപോലെ കിടക്കുന്നു. അപ്പോൾ ഒരു ഇൻസെൻസിറ്റിവിറ്റി. ഒന്നും ഈ കർത്താവ് പറയുന്നില്ലേ, കാലത്തിൻ്റെ അടയാളങ്ങളെ വേർതിരിച്ചറിയടാ, ഈ കാറ്റ് എന്തിനാ വീശുന്നതെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ പോലും ആകാതെ ഒരു ഗാഠനിദ്രയിലേക്ക് വീണു പോവുകയാണ് യോന. ചിലപ്പോൾ നമുക്കും പറ്റുവേ. കുറേയൊക്കെ ഇങ്ങനെ ദുരിതങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് കിടപ്പ് തുടങ്ങും. അല്ല,
ഈ കാറ്റ് വീശിയത് എഴുന്നേക്കാനായിരുന്നടാ, കിടന്നുറങ്ങാനല്ല. അതുകൊണ്ട് അത്തരം ഉറക്കങ്ങളിലാണ്, അത്തരം സ്പിരിച്വൽ നംബ്നെസ്സിലാണ്, ആത്മീയ മന്ദോഷ്ണതയിലാണ്, നിദ്രയിലാണ് നമ്മളെങ്കിൽ ഉണരേണ്ട സമയമായി. എഫേസോസുകാർക്കുള്ള ലേഖനം എടുക്കാം. എഫേസോസുകാർക്കുള്ള ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്, എഫേസോസ് 5:14, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, മിശിഹ നിന്റെ മേൽ പ്രകാശിക്കും. ഉറങ്ങുന്നവനെ, ആത്മീയ മന്ദത ബാധിച്ച് ഒരു സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട് ഒരു നംബ്നെസ്സോടുകൂടി അനസ്തേഷ്യ കിട്ടിക്കിടക്കുന്നത് പോലെ ബോധം പോയി കിടക്കുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, മിശിഹ നിന്റെ മേൽ പ്രകാശിക്കും. ഇനിയും 1 തെസ്സലോനിക്ക 5:6, 1 തെസ്സലോനിക്ക 5:6 നമ്മൾ വായിക്കുന്നത്, അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം, ഉണർവിലേക്ക് നമുക്ക് വരാൻ കഴിയട്ടെ. അപ്പം അതുകൊണ്ട് ഈ 3 നോമ്പ് ഞാൻ ഇന്നലെ രാവിലെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അവൈക്കനിങ് ആണ്, ഉണരാനുള്ള ആഹ്വാനമാണ്. മതി ഉറങ്ങിയത്, എണ്ണീക്ക്. ഈ 3 നോമ്പ് ഉണർവിൻ്റെ കാലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 4-ാമത്തെ കാര്യം, ഈ യോന കടലിലേക്ക് എറിയപ്പെടുന്നു. യോന കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിയപ്പെടുന്നു. അതിനെ മനസ്സിലാക്കേണ്ടത്, ഞാൻ സ്പീഡ് കൂട്ടാം, ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, പക്ഷെ നിങ്ങളത് ധ്യാനപൂർവ്വം പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ വരണേ. സറണ്ടറിങ് ആൻഡ് ഡെത്ത് ടു ഈഗോ. എൻ്റെ ഇഷ്ടങ്ങളെ തകർക്കുന്നതാണ് കടലിലേക്ക് വലിച്ചെറിയുന്നത്. എൻ്റെ ഇഷ്ടങ്ങളുടെ താർശിഷിലേക്കാണ് ഞാൻ കപ്പൽ കയറിയത്. ഇപ്പോൾ ദേ കടലിലേക്ക് വലിച്ചെറിയപ്പെടുക എന്ന് വെച്ചാൽ ദൈവതിരഹിതത്തിന് കീഴ്പ്പെടുന്നു, എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ കൊന്നെറിയുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് പീസ്, ഇത് ഓർത്ത് വെച്ചേക്കണേ, പീസ് റിട്ടേൺസ് വെൻ അവർ വിൽ റിട്ടേൺ ടു ദ വിൽ ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിന് സമാധാനം കിട്ടുന്നത്, കടൽ ശാന്തമാകുന്ന എപ്പോഴാണെന്നറിയാമോ? കടൽ ശാന്തമാകുന്നത് തന്നിഷ്ടങ്ങളെ വിട്ടുകൊടുത്തിട്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുമ്പോഴാണ്. യോന തന്നിഷ്ടത്തിൻ്റെ താർശിഷിലേക്ക് ലക്ഷ്യം വെച്ചപ്പോൾ കടൽ ഇളകി മറിഞ്ഞു, ജീവിതത്തിൻ്റെ സമാധാനം പോയി, കപ്പൽ ഉലഞ്ഞു. അതേസമയം ദൈവതിരഹിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ജീവിതത്തിന് സമാധാനം. എന്താ ഇത്രയും സമാധാനക്കേട് ഉലച്ചിലും ജീവിതത്തിൽ എന്നറിയാമോ? എപ്പോഴും ആത്മശോധന ചെയ്യണം. ഞാൻ എങ്ങോട്ടായി കപ്പൽ കയറിക്കൊണ്ടിരിക്കുന്നത്? എങ്ങോട്ടാണ് ഞാൻ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവതിരഹിതത്തിലേക്കാണെങ്കിൽ ഇത്രയും ടെൻഷൻസിൻ്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ബഹളങ്ങളായി പ്രാർത്ഥനകൾ പോലും മാറുന്നുണ്ടോ എന്ന് ചോദിക്കണം. പീസ് റിട്ടേൺസ് when our will return to the will of God. Peace returns when our will return to the will of God. ദൈവതിരഹിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ജീവിതത്തിന് സമാധാനം ലഭിക്കും. നോക്കിക്കേ, യോന തന്നെ സാക്രിഫൈസ് ചെയ്തു, കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അവിടെ കടൽ ശാന്തമായി. ഈശോ തന്നെ വലിച്ചെറിഞ്ഞു കുരിശിലേക്ക്. ഈശോ തന്നെ സാക്രിഫൈസ് ചെയ്തു. അപ്പം എന്ത് പറ്റി? പാപത്തിൻ്റെ കൊടുങ്കാറ്റ്, ലോകത്ത് വീശിയടിച്ചൊരു പാപത്തിൻ്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നു. യോന ശരിക്കും ഈശോയുടെ പ്രോട്ടോടൈപ്പ് ആകുന്നുണ്ട് പല രീതിയിൽ. ഓക്കെ, ഇനി 5-ാമത്തെ ചിന്തയിലേക്ക് നമുക്ക് വരാം. ഇത് 4-ാമത്തത്, ജോന വാസ് ത്രോൺ ഇൻ ടു ദ സീ, കടലിലേക്ക് എറിയപ്പെട്ടു എന്നതാണ്. 5-ാമത്തത്, ഒരു തിമിംഗലം വായ പിളർന്ന് യോനായെ വിഴുങ്ങി. തിമിംഗലം വായ പിളർന്ന് യോനായെ വിഴുങ്ങി. വീശിയടിച്ച കാറ്റ് കർത്താവിൻ്റെ കരുണയുടെ കാറ്റാണെങ്കിൽ ഇവിടെ കർത്താവിൻ്റെ കരുണയാണ് വായ തുറന്നുന്നത്. അങ്ങനെ മനസ്സിലാക്കണേ. തിമിംഗലം യോനായെ വിഴുങ്ങി എന്നൊക്കെ പറയുമ്പോൾ ആഴക്കടലിൽ കർത്താവിൻ്റെ കരുണ യോനായെ ഉൾക്കൊള്ളാൻ പാകത്തിൽ, കണ്ടെയ്ൻ ചെയ്യാൻ പാകത്തിൽ വാ തുറന്നു നിൽക്കുകയാണ്. ദൈവകരുണയിലേക്കാണ് യോന പ്രവേശിക്കുന്നത്. ഇനി 3 നാളിൻ്റെ നിശബ്ദതയിലേക്ക്. ദൈവകരുണ നമ്മളെ കണ്ടെയ്ൻ ചെയ്യുന്ന, നമ്മളെ പൊതിയുന്ന കർത്താവിൻ്റെ കരുണയുടെ ഉദാഹരണമാണ്, തെളിവാണ് ഈ വലിയ തിമിംഗലം എന്ന് മനസ്സിലാക്കണേ. ദൈവകരുണ വാ തുറന്ന് നിൽക്കുകയാണ്. സങ്കീർത്തനത്തിൽ 131-ാം സങ്കീർത്തനത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ എവിടെ ചെന്നാലും കർത്താവോട് ഉണ്ടെന്ന് പറയുന്നൊരു ഭാഗമില്ലേ? നമുക്കതറിയാം. സങ്കീർത്തനം 139 7 മുതലുള്ള വാക്യം, അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും
അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തും. സമുദ്രത്തിൽ കപ്പലിൽ തന്നെ വലിച്ചെറിഞ്ഞാൽ അവിടെയും കർത്താവുണ്ട്. കർത്താവിൻ്റെ കരുണ വാതുറന്നു നിന്ന് എന്നെ സ്വീകരിക്കും. ഇതാണ് തിമിംഗലത്തിൻ്റെ ഉള്ളിലേക്ക് യോന 3 നാളിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി 6-മത്തത് പ്രയർ ഇൻ ഡെപ്സ്. ആഴങ്ങളിൽ കടന്ന് യോന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ 3 നാളിൽ അതേ അനുഭവത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ നിന്നതുപോലെ നമുക്കും ഒരു നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് പിൻവാങ്ങണം. അവിടെ കിടന്ന് നിങ്ങൾ ഈ ഭാഗം വീണ്ടും മനസ്സിരുത്തി. 2-ാം അധ്യായമില്ലേ, യോനായുടെ പ്രാർത്ഥന, ചില വാക്കുകളുണ്ട്. 2-ാമത്തെ വാക്യം, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. പ്രാർത്ഥന ഉയരുകയാണ്, നിലവിളി ഉയരുകയാണ്. എവിടെ? നിശബ്ദതയിൽ, ആഴങ്ങളിൽ നിലവിളി ഉയരുന്നു. എന്നിട്ട് മെല്ലെ തിരിച്ചറിയുന്നുണ്ട്. 9-ാമത്തെ വാക്യം, എന്നാൽ ഇങ്ങനെയാണ്, എന്നാൽ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും, ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും, കർത്താവിൽ നിന്നാണ് രക്ഷ. ഒറ്റയ്ക്കിരുന്ന നേരത്ത്, ഒറ്റയായൊരു നേരത്ത് യോന തിരിച്ചറിയുന്നു, കർത്താവിലാണ് രക്ഷ. ഇതിന് സമാനമായ ഒന്ന് ലൂക്കാ സുവിശേഷത്തിൽ ധൂർത്തപുത്രന്റെ ഉപമയിൽ 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ, അപ്പോൾ അവന് സുബോധമുണ്ടായി. ധൂർത്തപുത്രന് ഇതുപോലെ അനുഭവം. തിമിംഗലത്തിന്റെ വായി കിടക്കുന്ന പോലെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിശബ്ദയിലിരിക്കുന്ന നേരത്ത് അവന് സുബോധം ഉണ്ടായി. ആ സുബോധമാണ് തിരിച്ചുവരവിൻ്റെ ആരംഭം. ഒറ്റപ്പെട്ട് നിൽക്കുന്ന നേരത്ത് നിലവിളി ഉയരുകയാണ്. അത്തരമൊരു നിലവിളി പ്രാർത്ഥന നമ്മളിൽ നിന്നും ഉയരാൻ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ധ്യാനത്തിൻ്റെ 1-ാം നാൾ നമ്മളിങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യാം. ഹോംവർക്കുകളുണ്ട്. ഒന്ന്, മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കണം. ഇത് അവർക്ക് ഹോംവർക്ക് ചലഞ്ച് കൊടുക്കണം, ചെയ്യാൻ പറ. 3 നോമ്പല്ലേ, ഇത് 1-2 അധ്യായം വായിച്ച് ഇതൊന്ന് കേട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഇത് സ്നേഹത്തോടെ വേണം പങ്കുവെച്ച് കൊടുക്കാൻ. 2, നമ്മുടെ താർഷിഷ് കണ്ടെത്തണം. നല്ല ഹോംവർക്കാണ്, ഒരു സ്പിരിച്വൽ എക്സസൈസ് ആയിട്ട് ഓർത്താൽ മതി. നമ്മുടെ ജീവിതത്തിൻ്റെ താർഷിഷിനെ കണ്ടെത്തണം. 3, നമ്മുടെ സ്റ്റോം, നമ്മുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിനെ കണ്ടെത്തണം. 4, നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാകണം, ഒരു നിലവിളി ഉയരണം. ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ പഠിപ്പിക്കട്ടെ. ലോർഡ്, ഐ റിമെമ്പർ യു, ബ്രിങ് മീ ബാക്ക്. കർത്താവേ, ഞാൻ അങ്ങേ ഓർക്കുന്നു, എന്നെ തിരിച്ചു കൊണ്ടുവരണമേ. ലോർഡ്, ഐ റിമെമ്പർ യു, ബ്രിങ് മീ ബാക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ശംശിഹായേ, യോന കടന്നു പോയതിന് സമാനമായ അനുഭവങ്ങളിലൂടെ ഞങ്ങളും കടന്നു പോകുന്നു. ഒരു കൊടുങ്കാറ്റ് വീശിയടിക്കുന്നുണ്ട്, ഒരു ഒറ്റപ്പെടലുണ്ട്, ഒരു നിലവിളി ഉയരുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ലോർഡ് റിമെമ്പർ മീ. കർത്താവേ, ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണമേ. നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.